പുലാമന്തോൾ കുളത്തൂരിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കാറും മൊബൈലും തട്ടിയെടുത്ത കേസിൽ കൊപ്പം സ്വദേശികളായ 3 പേരടക്കം 5 പേർ പിടിയിൽ. കൊപ്പം ആമയൂർ സ്വദേശികളായ കൊട്ടിലിൽ മുഹമ്മദ് ഹക്കീം, കൊട്ടിലിൽ മുഹമ്മദ് ജാഫർ, കൊപ്പം പുലാശ്ശേരി സ്വദേശി സങ്കേതത്തിൽ മുഹമ്മദ് ഹനീഫ എന്നിവരും വെങ്ങാട് സ്വദേശി കുതിരക്കുന്നത്ത് അദ്നാൻ, കുളത്തൂർ സ്വദേശി തട്ടാൻതൊടയിൽ മുഹമ്മദ് ഫൈസൽ എന്നിവരുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. കഴിഞ്ഞ മെയ് 5-നാണ് കേസിനാസ്പദമായ സംഭവം. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വെങ്ങാട് സ്വദേശികളായ ഹുസൈൻ, സിറാജ്, അഷ്റഫ് എന്നിവരെയാണ് വാഹനം തടഞ്ഞിട്ട് തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ആമയൂർ, കുപ്പോത്ത് എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി കമ്പിവടിയും മറ്റും ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയും പട്ടാമ്പി ലോഡ്ജിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് കുളത്തൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPSന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത്, കൊളത്തൂർ ഇൻസ്പെക്ടർ സജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കൊപ്പം, ഷൊർണൂർ ഭാഗങ്ങളിലെ ഒളിത്താവളങ്ങളിൽ നിന്നും പ്രതികളെ പിടികൂടിയത്. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ പുത്തൻ രീതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. സംഘം കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാർ മുഖേന നാട്ടിലും പുറത്തുള്ള പലരുടെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഡോളർ ട്രേഡിംഗ്, ഗെയിമിംഗ് എന്നിവയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന് കൈമാറും. ഈ അക്കൗണ്ടിലേക്ക് സൈബർ തട്ടിപ്പിലൂടെ വരുന്ന ലക്ഷങ്ങൾ ഉടൻ പിൻവലിച്ച തട്ടിപ്പ് സംഘം പറയുന്ന വിദേശത്തെ അക്കൗണ്ടിലേക്കോ ഏജന്റുമാർക്കോ പണമായി കൈമാറുന്നതാണ് രീതി. ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് വരുന്ന പണം സംഘത്തിന് കൊടുക്കാതെ കബളിപ്പിച്ചു പോകുന്ന തട്ടിപ്പും ഒരു വശത്ത് നടക്കുന്നുണ്ട്. സൈബർ തട്ടിപ്പ് സംഘത്തിലെ മറ്റു കണ്ണികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPS, DYSP എ പ്രേംജിത്ത് എന്നിവർ അറിയിച്ചു. പ്രതികളെ സൈബർ സെൽ ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്.